ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അഞ്ചാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി ബി.ജെ.പി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കെ. സുരേന്ദ്രൻ, കൊല്ലത്ത് നടൻ കൃഷ്ണകുമാർ, എറണാകുളത്ത് ഡോക്ടർ കെ. എസ്. രാധാകൃഷ്ണൻ, ആലത്തൂരിൽ ഡോക്ടർ ടി. എൻ. സരസു എന്നിവരടക്കം 111 സ്ഥാനാർത്ഥികളെയാണ് അഞ്ചാം ഘട്ടത്തിൽ ബി.ജെ.പി. പ്രഖ്യാപിച്ചത്. ഹിമാചലിലെ മാണ്ടിയിൽ നിന്ന് ബോളിവുഡ് താരം കങ്കണ റണൌത്ത്, ടി.വി. സീരിയൽ രാമായണത്തിൽ രാമനായി അഭിനയിച്ച അരുൺ ഗോവിൽ, മീററ്റിൽ നിന്നും കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ നവീൻ ജിൻഡാൽ കുരുക്ഷേത്രയിൽ നിന്നും മത്സരിക്കും. വരുൺ ഗാന്ധിക്കും കേന്ദ്രമന്ത്രി വി.കെ. സിംഗിനും സീറ്റില്ല. ഉത്തർപ്രദേശിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് വരുൺ ഗാന്ധിയെ ഒഴിവാക്കിയപ്പോൾ മേനകാ ഗാന്ധി ഇടം നേടി. സുൽത്താൻപൂരിൽ നിന്നും മേനകാ ഗാന്ധി വീണ്ടും ജനവിധി തേടും. വരുൺ ഗാന്ധിയുടെ മണ്ഡലമായ പിലിഭിത്തിൽ നിന്ന് ജിതിൻ പ്രസാദ മത്സരിക്കും. കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ ജിതിൻ പ്രസാദ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു. വിവാദ പരാമർശങ്ങളിലൂടെ വാർത്തകളിൽ ഇടം നേടുന്ന മുൻ കേന്ദ്രമന്ത്രി അനന്ത് കുമാർ ഹെഗ്ഡെയ്ക്ക് ഉത്തര കന്നഡ മണ്ഡലത്തിലും കേന്ദ്രമന്ത്രി അശ്വിനി ചൌബെയ്ക്ക് ബക്സറിലും സീറ്റ് കിട്ടിയില്ല. ഗാന്ധിയാബാദിൽ അതുൽ ഗാർഗ് മത്സരിക്കും. മുൻ കരസേനാ മേധാവിയും കേന്ദ്രമന്ത്രിയുമായ വി.കെ. സിംഗിന്റെ മണ്ഡലമായിരുന്നു. കുരുക്ഷേത്രയിൽ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലെത്തിയ നവീൻ ജിൻഡാൽ സ്ഥാനാർത്ഥിയാകും. ഒഡീഷയിലെ സംബൽപൂരിൽ നിന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ജനവിധി തേടും. ഝാർഖണ്ഡിലെ ദുംകയിൽ നിന്ന് ജെ.എം.എം. വിട്ട് ബി.ജെ.പിയിലെത്തിയ സീതാ സോറൻ മത്സരിക്കും. ജെ.എം.എം. നേതാവ് ഷിബു സോറന്റെ മരുമകളാണ് സീതാ സോറൻ. ജോലി രാജിവെച്ച് ബി.ജെ.പിയിൽ ചേർന്ന മുൻ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജ് അഭിജിത്ത് ഗംഗോപാധ്യായ പശ്ചിമ ബംഗാളിലെ തംലുക്കിൽ സ്ഥാനാർത്ഥിയാകും. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രമായ റായ്ബറേലി, സമാജ്വാദി പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമായ മെയിൻപുരി മണ്ഡലങ്ങൾ അഞ്ചാം ഘട്ട പട്ടികയിൽ ഇടം പിടിച്ചില്ല. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മണ്ഡലമായ കൈസർ ഖഞ്ചും അഞ്ചാം പട്ടികയിൽ ഇല്ല. ബ്രിജ്ഭൂഷണെതിരെ ഗുസ്തി താരങ്ങൾ പീഡന പരാതി നൽകിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.